ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ വിശേഷങ്ങളാണ്. ഇതാണ് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ ബോക്സ്. ഇവിടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പുറകുവശത്ത് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കളർ വേരിയന്റ് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ വേരിയന്റ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഇതിന്റെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ആണ് ചാർജിങ് കേബിള്. അത് കൂടാതെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ അതിന്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഒരു എക്സ്ട്രാ ഇയർ ടിപ്സും നൽകിയിട്ടുണ്ട്. സ്മോളും ലാർജും ആണ് ഇതിലുണ്ടാവുക. മീഡിയം സൈസ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. നമുക്കിനി റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ വിശേഷങ്ങൾ പരിശോധിക്കാം. ഇത് നമ്മൾ കഴുത്തിലിടുമ്പോൾ തന്നെ അറിയാം, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വെറും 23.7 ഗ്രാം മാത്രമേ ഭാരം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കഴുത്തിലുണ്ട് എന്ന് തോന്നുകയില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഇതിന് റിയൽമി നൽകിയിട്ടുണ്ട്. നമ്മളിത് കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇയർബഡുകളുടെ പുറകുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കോൺസെൻട്രിക് സർക്കിൾസ് നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഇവിടെയാണ് ഇതിന്റെ മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ നൽകിയിട്ടുള്ളത്. മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ നൽകിയിട്ടുണ്ട്. ഈ ബട്ടണുകൾ ഉപയോഗിച്ചാണ് സൗണ്ട് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അതുപോലെ നമുക്ക് കൺട്രോളുകളൊക്കെ പ്ലേ ചെയ്യുന്ന പാട്ട് പോസ് ചെയ്യാനും പോസ് ചെയ്ത പാട്ട് പ്ലേ ചെയ്യാനും അങ്ങനെയുള്ള കൺട്രോളുകൾ മുഴുവൻ നമുക്ക് ഈ ഒരു ബട്ടണിലാണ് ലഭിക്കുക. ഇവിടെ സൗണ്ട് കൂട്ടാനും ഇവിടെ സൗണ്ട് കുറയ്ക്കാനുള്ള ബട്ടണാണിത്. ഇവിടെ സെൻട്രലിലുള്ള ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ട് പോസ് ചെയ്യാനും പോസ് ചെയ്ത പാട്ട് പ്ലേ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെയായിട്ട് ഇതിന്റെ ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. വലിയ കാര്യം, കാരണം ഇപ്പോഴത്തെ മിക്ക സ്മാർട്ട് ഫോണുകളുടെയും ഒപ്പം ടൈപ്പ് സി ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡീസോ വയർലെസിന്റെ സെയിം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈനും അതെ ഡീസോ വയർലെസിന്റെ സെയിം ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഇത് കണക്ട് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഫോണുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആവുകയും ഇത് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഫോണിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ബാറ്ററിയാണ്. 150 mAh ഒരു ബാറ്ററിയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ 17 മണിക്കൂറിന്റെ ഒരു പ്ലേ ബാക്കും നൽകിയിട്ടുണ്ട്. ഇതിന് റിയൽമി കൊടുത്ത ഒരു ഓപ്ഷനാണ്. അതായത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 120 മിനിറ്റ് പ്ലേ ബാക്ക് നമുക്ക് ലഭിക്കും. അതായത് 2 മണിക്കൂർ പ്ലേ ബാക്ക് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അങ്ങനെ പറഞ്ഞാൽ സ്പീഡ് ചാർജിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് IPX4 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തിരി വേർപ്പൊക്കെ ചെയ്യാലോ, അല്ലെങ്കിൽ പുറത്ത് റണ്ണിങ്ങിന് പോകുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ കൊണ്ടാലോ അങ്ങനെയൊന്നും ആയാൽ ഇതിന് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. ഇതിന് 88 മില്ലി സെക്കൻഡിന്റെ ലോ ലാറ്റൻസി, അതായത് നമ്മള് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഫോണിൽ കാണുന്ന വിഷ്വലും കേൾക്കുന്ന ശബ്ദവും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻസിനെ 88 മില്ലി സെക്കൻഡ് ലോ ലാറ്റൻസി ആയി ഇതിൽ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗെയിമിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് ഇത്. അതുപോലെ ഇതിന് മൾട്ടി ഡിവൈസ് സ്വിച്ച് എന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഹെഡ്സെറ്റുകളൊക്കെ ഒരു ഡിവൈസിൽ മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ഡിവൈസിൽ കണക്ട് ചെയ്യണമെങ്കിൽ മുന്നേ കണക്ട് ചെയ്തിരുന്ന ഡിവൈസിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഈ ഒരു ഹെഡ്സെറ്റിന് പരമാവധി 2 ഡിവൈസുകളുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡിവൈസിൽ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിന്റെ ഒരു ഫിറ്റിംഗ് ആണ്. ഇതൊരു ഇൻ ഇയർബഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബാസ് ഡ്രൈവറിന്റെ സൈസ് ആണ് 11.2 മില്ലിമീറ്ററിന്റെ ഒരു വലിയ ബാസ് ഡ്രൈവർ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നതാണ് ഇത് ബാസിന് മുൻതൂക്കം നൽകുന്ന ഒരു ഹെഡ്സെറ്റ് ആണെന്ന്. അടുത്തതായിട്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ പാട്ടൊക്കെ കേട്ടു നോക്കി. നല്ല ഒരു ബാസിന് മുൻതൂക്കം നൽകുന്ന ഒരു ഹെഡ്സെറ്റ് ആണിത്. നല്ല ഒരു ബാസ് ഉള്ള ഒരു സൗണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇതിന് ബാസ് ബൂസ്റ്റ് പ്ലസ് എന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ബാസ് കൂട്ടുന്ന ഒരു എഫക്റ്റ് ആണത്.
അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിയൽമി ലിങ്ക് എന്ന റിയൽമിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. റിയൽമിയുടെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ കൺട്രോളുകളൊക്കെ സിംഗിൾ ടാപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഈ ഒരു സൗണ്ട് എഫക്റ്റുകളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. 1499 രൂപയ്ക്കാണ് റിയൽമി ഇത് വിൽക്കുന്നത്. പക്ഷേ ഇപ്പോ ഈ നടക്കുന്ന ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത് 999 1000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഹെഡ്സെറ്റ് വാങ്ങാവുന്ന അനുയോജ്യമായ സമയമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കുറെ ഓഫേഴ്സ് ഇപ്പോ ഫ്ലിപ്കാർട്ട് ബില്യൺ ഡേയ്സിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പരിചയപ്പെടുത്തിയ ദീസോ വയർലെസിനും ദീസോ ഗോപോർട്സ് ഡിക്കും ഒക്കെ നല്ല ഓഫറുകൾ ഉണ്ട്. അപ്പോ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണുക. അതിൽ ആ ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ ഒരു വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അർജുൻ കേശവ് സ്പേസ് ദീസോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോ ആ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. 1500 രൂപയുടെ താഴെയുള്ള ഹെഡ്സെറ്റുകളാണ് അതൊക്കെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഹെഡ്സെറ്റിനെ കുറിച്ച്? വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ അറിവുകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും മികച്ച അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും. അതുവരേക്കും സ്റ്റേ സേഫ്. ബൈ.